കർഷക തൊഴിലാളികൾക്കായി സമഗ്ര ദേശീയ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BKMU സംസ്ഥാന സെക്രട്ടറി ആർ അനിൽകുമാർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളികൾക്കായി സമഗ്ര ദേശീയ നിയമം കൊണ്ടുവരിക, സ്വകാര്യ വിഭാഗങ്ങളിൽ SC/ST OBC വിഭാഗങ്ങൾക്ക് സംവരണം കൊണ്ടുവരിക, ജാതി സെൻസസ് നടത്തുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 700 രൂപയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. BKMUവിന്റെ നേതൃത്വത്തിൽ ജൂൺ 10 ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. BKMU സംസ്ഥാന സെക്രട്ടറി ആർ അനിൽകുമാർ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തീരുമാനിക്കുന്ന വേതനമാണ്, സേവനമാണ്. എത്ര മണിക്കൂർ പണിയെടുക്കണമെന്നില്ല, പണിയെടുത്താൽ എന്ത് കൂലി കൊടുക്കണമെന്നില്ല. അത്ര ഒരു നിലപാടാണ് രാജ്യത്തുള്ളത്. ആ ഭൂപ്രഭുക്കന്മാരെ താലോലിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് ഭരണകൂടങ്ങൾ നിലവിൽ വരുന്നത്. അവർ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായി മാറിയിട്ടുണ്ട്. അവർ നിശ്ചയിക്കുന്ന പാർലമെന്റുകൾ ജയിക്കുക, അവർ ജയിക്കുന്ന നിയമസഭകൾ ജയിക്കുക, അവർ തീരുമാനിക്കപ്പെടുന്ന ഒരു നഗരസഭയിലും ഭരണാധികാരികളാകുക, പഞ്ചായത്തിൽ ഭരണാധികാരികളാകുക. അങ്ങനെ പണം കൊണ്ട് രാജ്യത്തെ രാഷ്ട്രീയം വിലക്ക് വാങ്ങുന്ന, അധികാരം വിലക്ക് വാങ്ങുന്ന ഒരു രാജ്യം കൂടി ആയിരുന്നു നമ്മൾ. അതുകൊണ്ടാണ് നിയമപരമായി തന്നെ കർഷക തൊഴിലാളികൾക്ക് പരീക്ഷ കിട്ടണമെങ്കിൽ രാജ്യത്താകമാനം ഒരു പൊതു നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത്. BKMU ആലപ്പുഴ ജില്ലാ ട്രഷറർ V മോഹനൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി A ആബിദ് സ്വാഗതം പറഞ്ഞു. VP ചിദംബരം, PK ബൈജു, സുശീല ചന്ദ്രൻ, KD വേണു, TG അശോകൻ, TC സോമിനി, T തങ്കച്ചൻ, R വെങ്കടേഷ്, P സതീശൻ, ക്ലാരമ്മ പീറ്റർ എന്നിവർ സംസാരിച്ചു. 200 തൊഴിൽ ദിനങ്ങൾ നൽകുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6000 രൂപയാക്കുക, ഭൂരഹിതർക്ക് ഭൂമിയും വീടും നൽകുക എന്നീ മുദ്രാവാക്യങ്ങളും മാർച്ചിലും ധർണയിലും ഭാരവാഹികൾ ഉന്നയിച്ചു.